സെന്റാങ്കിൾ ആർട്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവാനായിട്ടുണ്ടോ എന്നൊരു സംശയമില്ലാണ്ടില്ല. കാരണം ഇനി നമ്മുടെ ഈ ഒരു ബുക്കിൽ ആകെ രണ്ട് പേജ് കേട്ടോ. ബാക്കി എല്ലാ പേജിലും നമ്മൾ സെന്റാങ്കിൾ ആർട്ടും ഡൂഡ്ൽ ആർട്ടൊക്കെ നിറച്ച് വരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സെന്റാങ്കിൾ ആർട്ട് ഞാൻ നിറയെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ചെയ്ത് നോക്കിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഹാർട്ട് വരയ്ക്കാൻ അത്രയ്ക്ക് അറിയില്ല കേട്ടോ. എൻ്റെ നിലവിലത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു ഹാർട്ട് ആദ്യം വരച്ചാൽ അടുത്ത ഹാർട്ട് വരച്ചാൽ അതേ ഷേപ്പിൽ കിട്ടില്ല. ഫുൾ കൊള്ളായിട്ട് ആയിരിക്കും കിട്ടുക. ഒരു ഭാഗം ചിലപ്പോൾ കറക്റ്റ് ലെവലിൽ കിട്ടിയാൽ അടുത്ത ഭാഗം ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആയിരിക്കും. അതായത് നമ്മൾ പറയില്ലേ ഈ കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് എന്നൊക്കെ, ഏകദേശം അതേ മോഡൽ ഹാർട്ട്സ് ആണ് എനിക്ക് കിട്ടുക. അപ്പോൾ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെന്റാങ്കിൾ ആർട്ട് ചെയ്യാൻ ഇത്രയും വൈകിയതെന്ന് മാത്രം. അത് മാത്രമല്ല, ഈ ഒരു ഹാർട്ടൊക്കെ പെർഫെക്റ്റ്ലി വരയ്ക്കാൻ കിട്ടുന്നുള്ളവർക്ക് ഞാൻ നേരത്തെ കാണിച്ച ഫസ്റ്റ് ആ പെൻസിൽ കൊണ്ടുള്ള ഔട്ട്ലൈൻ്റെ ആവശ്യമില്ല കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്കെച്ച് കൊണ്ട് വരച്ചു കൊടുക്കാവുന്നതാണ്. ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ ഏതൊരു കുഞ്ഞു കുട്ടിക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സ്റ്റെപ്പാണ്. അതുകൊണ്ടാണ് ഈ സെന്റാങ്കിൾ ആർട്ടിനോടും ഡൂഡ്ൽ ആർട്ടിനോടൊക്കെ ഇത്ര ഫാൻസ് ബേസ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എപ്പോഴും എൻ്റെ ഈ സെന്റാങ്കിൾ ആർട്ടിൻ്റെയും ഡൂഡ്ൽ ആർട്ടിൻ്റെയൊക്കെ വീഡിയോ ഇടുമ്പോൾ റീച്ച് ആയി കഴിഞ്ഞാൽ അതിന് മിക്കവാറും ഒരു 6-7 സബ്സ്ക്രൈബേഴ്സൊക്കെ അടിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഈ ആർട്ടിനോട് താല്പര്യമായിട്ടായിരിക്കുമല്ലോ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ സെന്റാങ്കിൾ ആർട്ടിൻ്റെ വീഡിയോ ആഴ്ചയിൽ 1-2 വട്ടമെങ്കിലും ഇടാറുണ്ട്. അതായത് ഡെയിലി നമ്മൾ 1-2 വീഡിയോസ് വെച്ച് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം തന്നെ ആഴ്ചയിൽ ഇപ്പോൾ ഏകദേശം 10 വീഡിയോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 5-4-3 ഒക്കെ നമ്മുടെ സെന്റാങ്കിൾ ആർട്ടിൻ്റെ വീഡിയോ ആയിരിക്കും. വേറൊന്നുമല്ല, ഇതുപോലുള്ള ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനാണ് പറഞ്ഞത്.